എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കവാക്കി അവനാണെങ്കിൽ അവന്റെ ആ കേഴ്സ് പവർ അതുപയോഗിച്ച് കാറെ അറ്റാക്ക് ചെയ്യാണ്. കാറെ നിസ്സാരക്കാരനല്ല, അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോ കവാക്കിയെ തിരികെ അറ്റാക്ക് ചെയ്യും. കവാക്കി, എനിക്ക് നന്നായിട്ടറിയാം നീ ഇപ്പോ ഒരുപാട് പവർ ഒക്കെ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടയർഡാണ്. എനിക്ക് വളരെ ഈസി ആയിട്ട് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. വെറുതെ ഞാനുമായിട്ട് ഫൈറ്റ് ഇട്ട് നിന്റെ പവർ സ്ട്രെങ്ത് അതിനിയും വീക്ക് ആക്കണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കവാക്കിയെ പിടിച്ചു വലിക്കും. അതിന് കവാക്കി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ ആ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ കോജി ആണെങ്കിൽ ആ പെണ്ണിനോട് പറയും, അവൾ ഒരു കാരണവശാലും ഈ ഫൈറ്റിൽ ഇടപെടാനായിട്ട് പാടില്ല. ഇവിടെ കവാക്കി ഫൈറ്റ് ചെയ്യുന്തോറും ആ ഒരു കേഴ്സ് പവർ അത് കൂടി കൂടി വരും. അവൻ അവിടെ ഫൈറ്റ് ചെയ്യുന്ന അതേ സമയം ഇവിടെ ബൊറൂട്ടോയുടെ കയ്യിലുള്ള കേഴ്സ് പവർ അതും ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യാണ്. ബൊറൂട്ടോ അതിനെ പുറത്ത് കാണിക്കാതെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഗാറോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് കവാക്കി അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം ആ കേഴ്സ് പവറിനെ അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത കവാക്കി ആണെങ്കിൽ കാറോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി താഴെ ഇടുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ കാറോയ്ക്കാണെങ്കിൽ ഇപ്പോ കവാക്കിയെ തിരികെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. കാറോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. അവനാണെങ്കിൽ ടെൻഷനായി രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി വലിയൊരു പൊട്ടിത്തെറി അതവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് കവാക്കി അവനാണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടി മറിഞ്ഞു വന്ന് ഒരു വെപ്പൻ ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ അറഞ്ചം പുറഞ്ചം ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി കാറോ അങ്ങനെ അടിച്ചു വീഴാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഒട്ടും സ്ട്രെങ്ത് ഇല്ല. അതിന് കവാക്കി ആണെങ്കിൽ ചോദിക്കും, എന്തുപറ്റി, നീ ഇത്ര വേഗം തോറ്റുപോയോ? എന്റെ പവറിന് മുൻപിൽ നീ അടിയറവ് പറഞ്ഞോ? അതിന് അവനാണെങ്കിൽ വീണ്ടും പതി എഴുന്നേറ്റ് കാറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കവാക്കിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവന്റെ സ്ട്രെങ്ത് മുഴുവൻ വീണ്ടും അബ്സോർബ് ചെയ്തെടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അതിന് കവാക്കി ഒരു ബ്ലേഡ് കയ്യിലെടുത്ത് അവന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കാറയാണെങ്കിൽ നല്ല രീതിയിൽ അവന്റെ ബോഡിക്കും പവറിനും ഒരുപാട് പ്രഷറൊക്കെ കൊടുത്ത് പാറ പോലെ നിൽക്കും. കവാക്കി ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം അവന്റെ ബോഡിയിൽ ഇടിച്ചിട്ടും കാറ അവനൊരു അട്ടി പോലും അനങ്ങാതെ അങ്ങനെ ഫയർ ആയിട്ട് നിൽക്കുകയാണ്. കവാക്കി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കും. അതിന് കാറോ അവന്റെ കയ്യിൽ ആഞ്ഞടിച്ച് കവാക്കിയെ കാലെ പിടിച്ച് തൂക്കിയെടുത്ത് നിലത്ത് അറഞ്ചം പുറഞ്ചം അട്ടിക്കുകയാണ്. ആ ഒരു അടിയിൽ കൺട്രോൾ പോയി കവാക്കി താഴേക്ക് വീഴും. കാറോ ആണെങ്കിൽ അപ്പോഴും നിർത്താതെ ഫയർ സ്റ്റൈല് അവൻ നേരെ യൂസ് ചെയ്യും. കവാക്കി ജസ്റ്റ് മിസ്സിന് ഇപ്പോ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫയർ പവറിന് രക്ഷപ്പെടും. പക്ഷേ കാറോടെ കലി അടങ്ങാതെ വീണ്ടും കവാക്കി ഉയർത്തിയെടുത്ത് അറഞ്ചം പുറഞ്ചം അട്ടിച്ച് അവനെ അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് പിടിക്കും. കാറോ ആണെങ്കിൽ അവനെ മുകളിലേക്ക് തൂക്കിയെറിയും. ആ സമയത്ത് കർമ്മ കേഴ്സ് പവർ അത് പുറത്തേക്ക് വരികയാണ്. അവനത് കയ്യിൽ ക്യാച്ച് ചെയ്ത് ആ പവർ കാറോയ്ക്ക് നേരെ ഉപയോഗിക്കാൻ തയ്യാറാവും. കാറോ ആണെങ്കിൽ അത് അവന്റെ മെറ്റൽ കൈ ഉപയോഗിച്ച് പ്രിവെന്റ് ചെയ്യും. കവാക്കി ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി ആ ഒരു പവർ അത് അവന്റെ വയറ്റിൽ കുത്തി ഇറക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം കാറോ അവന്റെ മെറ്റൽ കൈ ഉപയോഗിച്ച് കവാക്കിയുടെ തലയിൽ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവന്റെ ബോധം പോവാണ്. കാറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ അറിയാം, പക്ഷേ നീ ഞങ്ങളുടെ വെസലാണ്, നിന്നെ കൊല്ലാൻ പാടില്ല. അടുത്ത നിമിഷം ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കാറോയെ അറ്റാക്ക് ചെയ്യാൻ മുൻപിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് കൊനഹമാരു ബൊറൂട്ടോയെ തടയും. നീ എന്തായി ചെയ്യണേ? അവൻ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയില്ല. സോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ഇടപെടരുത്. അതൊരു എസ്റാങ് മിഷനാണ്. ഒരു കാരണവശാലും നീ അതിൽ ഇടപെടാൻ പാടില്ല. ഉടനെ കാറയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ അവന്റെ പവർ അയക്കുകയാണ്. കൊനഹമാരു ആണെങ്കിൽ ബൊറൂട്ടോയായി ജസ്റ്റ് മിസ്സിന് ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെ ഡെൽറ്റയാണെങ്കിൽ കുറച്ച് ടെൻഷനാവും. ഓൾറെഡി അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ അവനിപ്പോൾ അൺകൺട്രോൾഡ് ആയി കവാക്കിയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കവാക്കിയെ കാണിക്കും. അവന്റെ കയ്യിലുള്ള കർമ്മ പവർ അത് ബ്ലിങ്ക് ചെയ്യാണ്. ആ സമയം തന്നെ ഇവിടെ ബൊറൂട്ടോയുടെ കയ്യില് ആ കർമ്മ പവർ അത് ഞൊട്ടിയിടയിൽ സ്പ്രെഡ് ആവും. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി ബൊറൂട്ടോയുടെ കയ്യിലേക്ക് തന്നെ നോക്കും. ഇവിടെ കവാക്കിയുടെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ ആ ഒരു മാർക്ക് അത് മുഴുവനായിട്ട് സ്പ്രെഡായി അവൻ കണ്ണു തുറന്ന് കാറോടെ കയ്യില് അതിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവന്റെ കൈ അങ്ങനെ രണ്ട് പീസാവും. കാറോയ്ക്കാണെങ്കിൽ ആ വേദന സഹിക്കാനാവില്ല. നീ എന്റെ അടുത്ത് നിന്ന് ദൂരെ പോവാൻ പറഞ്ഞ് അവനൊരു പവർ കവാക്കിക്ക് നേരെ പ്രയോഗിക്കും. അതിന് കവാക്കി അവന്റെ കൈ നീട്ടി സിമ്പിളായി ആ പവറും അബ്സോർബ് ചെയ്തെടുക്കും. കവാക്കി ആണെങ്കിൽ കാറോടെ അടുത്തേക്ക് നടന്നെടുക്കും. അതിന് കാറോ ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം അവന്റെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് നിർത്താതെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ഡിവൈസ് തന്നെ ഇപ്പൊ ഓവർ ഹീറ്റ് ആവുകയാണ്. ഇവിടെ കവാക്കിയുടെ കയ്യിലെ ആ പവർ
അത് റെഡ് കളറായി മാറുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കും. അത് നിർത്താതെ ബ്ലിങ്ക് ആവുകയാണ്. അവന്റെ കൈ അതങ്ങനെ ജയന്റ് ആക്കി മാറ്റുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഞെട്ടും. കാറോ ആണെങ്കിൽ 100% ഉറപ്പിക്കും അവൻ മരിക്കാനായിട്ട് പോവാണെന്ന്. അടുത്ത നിമിഷം ആ ജയന്റ് കൈ അതങ്ങനെ ചുരുട്ടിയെടുത്ത് അവന്റെ വയറ്റിൽ തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു അടിയിൽ അവൻ കഴിച്ചതും കുടിച്ചതുമായ എല്ലാം തന്നെ പുറത്തേക്ക് ഛർദ്ദിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. ആരോ ആണെങ്കിൽ ഒരുപാട് വേദനയിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ കവാക്കിയുടെ കലി അതപ്പോഴും അടങ്ങിയിട്ടുണ്ടാവില്ല. ആരോ ആണെങ്കിൽ ഇപ്പൊ അവനോട് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. അതിനവനാണെങ്കിൽ പല്ല് കടിച്ച്, നിനക്ക് ഞാൻ തന്ന സമയമൊക്കെ കഴിഞ്ഞു, ഇനി നിനക്ക് ജീവിച്ചിരിക്കാനായിട്ട് അതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അൺലിമിറ്റഡ് പവർ ഇപ്പൊ അവന് നേർക്ക് എടുക്കുകയാണ്. ആ ഒരു പവറിൽ അവനങ്ങനെ പൊട്ടിത്തെറിക്കും. അവന്റെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം അതങ്ങനെ പെടഞ്ഞ് ദൂരേക്ക് തെറിച്ചു പോവും. നമ്മുടെ ആൾക്കാർക്ക് നേരെയും ആ പവർ വരും. പക്ഷെ അവരാണെങ്കിൽ സേഫായി ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. ഇവിടെ കോജിയും ആ പെണ്ണും അവർ രണ്ടുപേരും ടെററായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. ഇവിടെ ഡെൽറ്റയ്ക്കും കോജിക്കും ആണെങ്കിൽ ഭയങ്കര സന്തോഷം. ലീഫ് വില്ലേജിലെ ഷിനോബികളെല്ലാം ആ ഒരു അറ്റാക്കിൽ നശിച്ചിരിക്കുന്നുവെന്നാണ് അവർ കരുതിയത്. പക്ഷെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ബൊറൂട്ടോ അവൻ സേവ് ചെയ്തു. ബൊറൂട്ടോ അങ്ങനെ അവന്റെ പവർ ഉപയോഗിച്ച് ആയിട്ട് നടന്നു വരും. ആയിട്ട് അങ്ങനെ നടന്നു വരും. കവാക്കി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ നോക്കും. ഓ, നിന്നെ കൊണ്ട് ഈ ഒരു പവർ യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിലും നിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ നീ പ്രൊട്ടക്ട് ചെയ്തു അല്ലേ? ഒരു കാര്യം ഞാൻ നിനക്ക് വാണിംഗ് തരാണ്. ഇനി മേലാൽ എന്റെ പിന്നാലെ വന്ന നിന്നെ അയച്ചവനെ പോലും ഞാൻ ഇല്ലാതാക്കി മാറ്റും. ബൊറൂട്ടോ ആണെങ്കിൽ അപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ്. ഇവിടെ ആ കോജിക് വില്ലനാണെങ്കിൽ 2 കർമ്മ പവറും ഒന്നു ചേരുന്ന ആ ഒരു നിമിഷം കണ്ട് വണ്ടറടിച്ച് നിൽക്കും. അടുത്ത നിമിഷം ഇപ്പൊ അവന്റെ ബോഡിയിലുള്ള പവർ അതങ്ങനെ ഡ്രെയിനായി അവൻ താഴേക്ക് വീഴുകയാണ്. കട്ടാസ്കി ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോഴേക്കും ബൊറൂട്ടോയുടെ ബോഡിയിലുള്ള ആ ഒരു പവറും മുകളിലേക്ക് ഡിസ്ചാർജ് ആയി പോവാണ്. ലോങ് ഷോട്ടിൽ ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ കോജിക്കിനോട് പറയും, നമുക്ക് എത്രയും വേഗം ആ ലീഫ് ഷിനോബികളെ തല്ലിക്കൊന്ന് വെസലുമായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. ആ കാറോ അവനിങ്ങനെ എടുത്തു ചാടി ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. അത് കേട്ട് കോജിയാണെങ്കിൽ ഇപ്പോൾ അവളെ തടയും. നമ്മളിപ്പോ എടുത്തു ചാടാനായിട്ട് പാടില്ല. ഇപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോ എടുത്തു ചാടിയാൽ അത് നമുക്ക് പോലും ആപത്തായി തീരും. മാത്രമല്ല കലിനെ കുറിച്ചുള്ള ന്യൂസ് അതെല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും. സോ നമ്മൾ ആദ്യം ചില ഇൻറ്റൽസ് ഒക്കെ കളക്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അത്രയും പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. കട്ടാസ്കി ഡോക്ടറിനാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന്. കട്ടാസ്കി നമ്മുടെ ആൾക്കാരോട് പറയും, ഓരോ ഹ്യൂമൻസും ഡിഫറെൻ്റ് ആണ്. ഇവന്റെ ഉള്ളിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കോമ്പോണൻസ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവൻ ഇപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷെ സത്യത്തിൽ ഇവൻ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ല എന്ന് പറഞ്ഞ് അവന്റെ കുറച്ച് ബ്ലഡ് അത് ഡോക്ടർ കട്ടാസ്കി ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ കളക്ട് ചെയ്യാണ്. അതിനുശേഷം ഒരു ട്യൂബിലേക്ക് ഇട്ട് ആ ബ്ലഡിന്റെ പാർട്ടിക്കിൾസ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ ബ്ലഡ് ഇപ്പോ ഒരു സ്റ്റോണായി മാറി അത് പുറത്തേക്ക് തെറിച്ചു വരികയാണ്. അതുപോലെ വളരെ ജീനിയസ് ആയിട്ടുള്ള മറ്റാരോ ക്രിയേറ്റ് ചെയ്തതാണ് ഇവനെ. സോ അതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. മെയ്റ്റ്സുക ആണെങ്കിൽ അവനെ കാര്യമായിട്ട് നോക്കും. എന്നെ പോലെ സ്റ്റാർട്ടിങ് മുതൽ ഇവനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ? അതിന് കട്ടാസ്കി പറയും, നീ ഡിഫറെൻ്റ് ആണ്, ഇവനും ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു ബന്ധവും ഇല്ല. നീ ക്രിയേറ്റ് ആയത് ജനറ്റിക്കൽ കൊണ്ടാണ്, ഇവൻ ക്രിയേറ്റ് ആയത് ടെക്നോളജി കൊണ്ടാണ്. ഇവനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ഇൻറ്റൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് കൊനോമാര് പറയും, ആക്ച്വലി ആ എയർഷിപ്പിൽ നിന്ന് വീണത് ഇവൻ തന്നെയാണ്. ആ ഒരു വെസൽ എന്ന് പറയുന്നതും ഇവനെ കുറിച്ച് തന്നെയാണ്. ഇവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില സീക്രട്സ് ഉണ്ട്, അത് കണ്ടെത്തിയേ പറ്റൂ. അതിന് ബൊറൂട്ടോയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഓക്കെ പറയും. എത്രയും വേഗം നമുക്കിവനെ നറൂട്ടോ ഹൊക്കാഗെയുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.